പ്രത്യേക സാഹചര്യം വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി വിജയനെ താഴെ ഇറക്കേണ്ട സാഹചര്യം. അതിന് ആ സാഹചര്യത്തില് മറ്റു ചില വിഭാഗങ്ങൾക്ക് പറയട്ടെ എൻ്റെ വേണു, അങ്ങനെ പ്രത്യേക സാഹചര്യം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് സാഹചര്യം വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരുപാട് ഘടകങ്ങൾ നോക്കണം. ആ ഘടകങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് ഒ ജെ ജനീഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ആ ഘടകങ്ങൾ കോൺഗ്രസിന് തോന്നുന്ന അജണ്ടയാണത്. അജണ്ടയാണത്, അത് കോൺഗ്രസിന്റെ അജണ്ടയാണ്. എന്തുകൊണ്ടാണ് ആ ഘടകം ചോദിച്ചാൽ അത് അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഒരു രാഷ്ട്രീയ എടുക്കുന്ന അജണ്ട, സ്വകാര്യമായ അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട, അല്ല, പാർട്ടിക്ക് പുറത്തുള്ള സഹയാത്രികനായ അങ്ങേക്ക് ഈ അജണ്ട മനസ്സിലായി. പാർട്ടിയുടെ സഹയാത്രികൻ മാത്രമായിട്ടുള്ള അങ്ങേക്ക് ഈ അജണ്ട മനസ്സിലായി. സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന് അത് മനസ്സിലാകുന്നില്ല. അതെന്തേ? അത് വല്ലാത്തൊരു അജണ്ടയാണല്ലോ. അതാണ് രഹസ്യ അജണ്ട. അതാണ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വേണു ഇങ്ങനെ കഷ്ടപ്പെടും. അതെ, വേണു പറഞ്ഞത് കേൾക്കൂ. വേണു അസ്വസ്ഥനാവല്ലേ? ഞാൻ പറയുന്നത് കൃത്യമാണ്. അതായത് അബിൻ വർക്കിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തിരുത്തണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത്. തിരുത്താനല്ല പറഞ്ഞത്. എന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം ഇവരുടെ ഒപ്പം എന്നാ പറഞ്ഞത്. അല്ലാണ്ട് അദ്ദേഹം ഇത് റദ്ദാക്കണം എന്നല്ല പറഞ്ഞത്. എന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഒറ്റവാചകം പറഞ്ഞ് അവസാനിപ്പിച്ച വാർത്താ സമ്മേളനമല്ല അത്. എന്നെ കേരളത്തിലെങ്കിലും പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന നിസ്സഹായമായിട്ടുള്ള വിലാപമായിരുന്നു. കാരണം ബാക്കി എല്ലാ രൂപത്തിലുമുള്ള ഒരു ആസൂത്രണമാണ് നടന്നിരിക്കുന്നത്. അതൊന്നും വേണ്ടേ, കേരളത്തിൽ തന്നെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ, അതിനെന്നെ പിണറായിക്കെതിരായിട്ടുള്ളൊരു പോരാളി എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അബിൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ അങ്ങ് പറയുകയുണ്ടായി രമേശ് ചെന്നിത്തലയെ ഒതുക്കിയിരിക്കുന്നുവെന്ന്. ഇവിടെ അഭിജിത്തിനുമുണ്ട് പരാതി. അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിയാക്കി ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അഖിൽ എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെ യോഗ്യനായി വരേണ്ട ഒരാളായിരുന്നു. ഈ ഘട്ടത്തിലും, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിവാക്കപ്പെട്ട ഘട്ടത്തിലും അഖിലിന്റെ പേര് കേട്ടതാണ്. അപ്പോൾ വന്നൊരു വിചിത്ര ന്യായം എന്താണ്? അപ്പോഴൊക്കെ വന്നത് ഈ എ ഗ്രൂപ്പ് എന്ന നിലയിലുള്ള അഖിലിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ KSC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സാധ്യതയും ഇങ്ങനെ തന്നെയാണ് തള്ളപ്പെട്ടത്. ഇനി ഇവിടെ ഈ പറയുന്ന അഖിൽ ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കാതിരിക്കുന്നതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഇതിൽ മത്സരിച്ചിട്ടില്ല എന്നതായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ചുള്ളിയിൽ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാതെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു പുതിയ സ്ഥാനം KSC ഉണ്ടാക്കിയെടുത്തില്ലേ, ഒരു ദിവ്യാത്ഭുതം പോലെ. അപ്പോൾ എ ഗ്രൂപ്പിന് മുറിവേറ്റിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ശ്രീ എൻ ലാൽകുമാർ, നേരത്തെ സിദ്ദിഖിനെ ഇതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. സാക്ഷാൽ രാഹുൽ ഗാന്ധി ടാലന്റ് ടെസ്റ്റ് നടത്തിയതൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ലിജു ആണ് വന്നത്. ലിജു മിടുക്കനുമാണ്. പക്ഷെ ഒരൊറ്റ തീരുമാനം എടുത്തു വന്ന് ഉമ്മൻചാണ്ടി ഈ പറയുന്ന സിദ്ദിഖിനെ തിരികെ എത്തിക്കാതെ ഹൈക്കമാൻഡുമായി സഹകരിക്കില്ല എന്ന് യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഡൽഹിയിൽ പിന്നെ ഒരു ഉയർന്ന പാർട്ടി കമ്മിറ്റികളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല. അവസാനം എന്താ സംഭവിച്ചത്? ഹൈക്കമാൻഡ് വഴങ്ങുന്നു, സിദ്ദിഖിനെ തിരികെ എടുക്കുന്നു, കാലാവധി പൂർത്തിയാക്കുന്നവരെ വെക്കുന്നു, പിന്നെ ലിജുവിനെ വെക്കുന്നു. ഇങ്ങനെയല്ലേ ഉണ്ടായത്? അത്തരം ഒരു യുദ്ധത്തിനും ഇപ്പോൾ എ ഗ്രൂപ്പിന് ശേഷിയില്ല.